ക്രിസ്മസിന് എപ്പോഴും നമ്മൾ കേക്കല്ലേ ഉണ്ടാക്കാറ്. ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് സ്വീറ്റ് പൊട്ടറ്റോ കാസ്ട്രോൾ ഉണ്ടാക്കിയാലോ? വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനും കാണുവാൻ വേണ്ടി ശ്രമിക്കുക. റെസിപ്പിയിലോട്ട് പോകാം. സ്വീറ്റ് പൊട്ടറ്റോ കാസ്ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സ്റ്റീമറിലേക്ക് ക്ലീൻ ചെയ്ത് പീൽ ചെയ്ത് കട്ട് ചെയ്ത സ്വീറ്റ് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. ഈ സ്വീറ്റ് പൊട്ടറ്റോ വേവുന്നത് വരെ നമുക്ക് സ്റ്റീം ചെയ്യാം. ഒരു 15 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് തുറന്നിങ്ങനെ ഒന്ന് ഫോർക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം ഇതുപോലെ നല്ലപോലെ മാഷായി കിട്ടുവാണെങ്കിൽ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് ചെറുതായിട്ട് മാറിയതിന് ശേഷം ഇതൊന്ന് മാഷ് ചെയ്തെടുക്കണം. നമ്മൾ പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് ഒന്ന് മാഷ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പം ആദ്യം കുറച്ച് പോർഷൻ എടുത്തിട്ടാണ് മാഷ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് മൊത്തത്തിൽ എല്ലാം മാഷ് ചെയ്തെടുക്കാം. സ്റ്റീമറിൽ തന്നെ വേവിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല. നമുക്കല്ലാതെ വെള്ളം തിളപ്പിച്ച് അതിലിട്ട് വേവിച്ച് വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാനിവിടെ മൊത്തം സ്വീറ്റ് പൊട്ടറ്റോയും മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2 മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വാനില എസൻസ്, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. 1/4 കപ്പ് ബട്ടറും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു കേക്ക് ടിന്നിലോട്ടാണ് മാറ്റുന്നത്. ഇത് ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് കേക്ക് ടിന്നിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിത് കാസറോളിലാണ് ചെയ്യാറ്. ഇപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ലെയർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. താല്പര്യത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 കാഷ്നട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം ആവശ്യത്തിനുള്ള ബട്ടർ, ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കില്ല, അതിനനുസരിച്ചുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് അങ്ങനെ പ്രത്യേക ഒരു കണക്ക് ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് ഈ മിക്സ്ചർ സ്വീറ്റ് പൊട്ടറ്റോയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഓവനിൽ 180 ഡിഗ്രി 30 മിനിറ്റ്സ് ആണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. ഓവനിൽ ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കടായിൽ വേണമെങ്കിലും ബേക്ക് ചെയ്യാം. ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് എടുത്ത് നോക്കാം. ഇപ്പം 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കളറൊന്നും ചേഞ്ച് ആവത്തില്ല. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ കളറൊന്നും ചേഞ്ച് ആവത്തില്ല, സെയിം കളർ തന്നെ ആയിരിക്കും. പക്ഷേ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് നല്ല സെറ്റായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കാസ്ട്രോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മൾ ക്രിസ്മസിന് കേക്കാണ് ഉണ്ടാക്കാറ്. ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ കാസ്ട്രോൾ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക്